എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വണ്ടികളിലൊന്നാണിത്. ഞാൻ ആദ്യമായിട്ട് സ്വന്തമാക്കിയ എൻ്റെ വണ്ടി. സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വണ്ടി ഇതാണ്. ഈ വണ്ടി ഞാൻ വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡ്രൈവിംഗ് ഏലാക്കുന്ന സമയത്ത് പലർക്കും വണ്ടി ഡ്രൈവിംഗ് ഏലാക്കാൻ വേണ്ടി തരാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരുന്നു. വെച്ചാൽ എന്തെങ്കിലും തട്ടുമോ മുട്ടോ എന്നൊക്കെയുള്ള പേടി കാരണം. ഇവിടെ ഡ്രിഫ്റ്റാണ് 2013 ഈ വണ്ടി സ്വന്തമാക്കിയതിന് ശേഷം 2017 പുതിയ ഇന്നോവ എടുക്കുന്നത് വരെ ഈ വണ്ടിയിൽ തന്നെയായിരുന്നു എൻ്റെ യാത്ര. എനിക്ക് ശേഷം ഇതിൽ കുറേ പേര് ഡ്രൈവിംഗ് ഏലാക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇത് ഹാൻഡ് ബ്രേക്ക് താകുന്നില്ല. അപ്പൊ നമ്മളൊരു വികലാംഗി അടക്കം 5 ആളുണ്ട് വണ്ടിയില്. കുറച്ച് പൊന്തിക്ക് എന്നിട്ട് അമർത്ത്, ചെറുങ്ങനെ പൊന്തിക്ക്. ഇനി അത് അമർത്ത്. ഇത് പൊന്തിയിട്ടില്ല, കുറച്ചുകൂടി പൊന്തിക്ക്. ഇത് ചെറുങ്ങനെ ഇങ്ങനെ പൊന്തിക്കുമ്പോ ഇത് ഫ്രീ ആയി ഈ സംഭവം. അന്നേരം ഇത് അമർത്തി പിടിച്ചിട്ട് താക്കുക. ഓക്കെ. അപ്പോ ഇന്ന് നമ്മള് ടീച്ചറാ ഫസ്റ്റിലിട് ഭാഗ്യ ടീച്ചറെ ഡ്രൈവിംഗ് ചെയ്യലാക്കലോ. ലൈസൻസ് എല്ലാം കിട്ടിയ ആളാണ്. ലൈസൻസ് ബെസ്റ്റ്. ഓഫായി, വണ്ടി ഓഫായി. ശുഭം എന്തുകൊണ്ട് ഓഫാണെന്ന് പറഞ്ഞോ. എനിക്ക് ഓടിക്കാൻ അറിയാത്തോണ്ട്. അപ്പൊ ബസ്സിലിട്ട് ഇനി ക്ലച്ച് ഇറങ്ങനെ റിലീസാക്കുക, ബ്രേക്ക് റിലീസാക്കുക, ക്ലച്ചിൽ വെക്കുക. മതി. വണ്ടി പറക്കുമ്പോ കുറച്ച് റിലീസ്, ബ്രേക്ക് കുറച്ചും കൂടി റിലീസാക്കുക. ഫുൾ ടൈം ഹാഫ് ക്ലച്ച് വേണോ? ഫുൾ ടൈം അല്ല, അതിനനുസരിച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കുക. ബ്രേക്ക് റിലീസ് ആയിക്കോ. ഇനി ഫുൾ ക്ലച്ച് ഫുള്ള് റിലീസ് ആക്കാൻ ഇത് ക്ലച്ച് ഞാൻ ശരിയാക്കിട്ടേ പോകുള്ളൂ. നിന്റെ ആ കൈ മറ്റേ കൈക്കും കൂടി ഇട്ട് കഴിഞ്ഞാല് പോകുന്നുണ്ട്. നിങ്ങളെന്നാ ഒച്ചപ്പാടൊക്കെ അല്ല. സ്പീഡില് സ്വന്തം ഗ്രൗണ്ടാന്നുള്ള ഇതാണ്. അപ്പൊ നമ്മള് ഈ മുണ്ടേരിയില് ഈ ഗ്രൗണ്ടിലാണേ ഉള്ളത്. വേറെ ട്രാക്ക് 8 വെച്ചെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഖാണ്. സെക്കൻഡിലിട്ട് ഫസ്റ്റ് പോയി പോറുന്നത് അധികം. ഇതൊന്നും ശരി. ഇത് ഏതാ ഈ സ്റ്റിയറിംഗ് ശരിക്കും മാറ്റി തരും. ഇതിപ്പോ ഇങ്ങനെ ടയറുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ആ സ്റ്റിയറിംഗിന്റെ പൊസിഷൻ നോക്ക്. അല്ല, നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലാവും. ആദ്യത്തെ കുറച്ച് ആള് ഒന്നും തിരിയില്ലാന്നേ ഉള്ളൂ. തിരി നേരെ പോ. സെക്കൻഡിലിട്. ഡ്രൈവിംഗ് നിർത്തിയിട്ട് ഗിയർ എങ്ങനെ മാറ്റല്? ന്യൂട്രലാക്ക്, ഫസ്റ്റിലാക്ക്. അങ്ങനെ ഭാഗ്യ ടീച്ചറെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു. അതിനനുസരിച്ചിട്ട് ഇതാക്ക്. വീണിട്ടില്ല. പഠിച്ച് ലൈസൻസ് കിട്ടിയ കുട്ടിയാണ് ഇത്. കുറച്ച് കൊടുക്കുക. മതി. ഇനി ആക്സിലേറ്റർ കൊടുക്കുക. അതിനനുസരിച്ചിട്ട് മനസ്സിലാവല്ല. ഓക്കെ. കുറച്ച് സ്പീഡ് കിട്ടും. ഇതൊന്നും ഇല്ലാണ്ടാക്കല്ല. ശരി. പോട്ട് എനിക്ക് സ്റ്റിയറിംഗ് ഇഷ്ടം. ബ്രേക്ക് ഒഴിവാക്ക്. സെക്കൻഡിലിട്. സ്ലോ ആക്സിലേറ്റർ കൊടുക്ക്. പോ.
ഇനി ഈ കല്ലിനോട് ഇങ്ങോട്ടേക്ക് ഇരിക്കാൻ പുൾത്തിരിട്ട് ഇനി മാറ്റിത്തിരി എത്ര തപ്പിട്ട് ആക്സിലേറ്റർ കാണുന്നില്ല. ഇനി ഇറങ്ങട്ടെ. ഞാനെന്നിട്ട് അപ്പടി നേരത്തെ നോക്കി അപ്പടി ആർട്ടിയോട് കാൽമുട്ടി ചങ്ങനെയാണ് ആ സമയത്ത് ടെൻഷനായിട്ട് മെല്ലനെ വളക്കാം. പക്ഷെ വളക്കുമ്പോ അവര് പറയുന്നത് ആക്സിലേറ്റർ കൊടുക്കുന്നതാണ്. ആക്സിലേറ്റർ കൊടുക്കണ്ട, അപ്പൊ വണ്ടി ഓഫായി പോവാ. വണ്ടി ഓഫാവില്ല. ഗിയറിന്റെ നമ്മള് സെക്കൻഡിലല്ലേ നിൽക്കുന്നത്. നേരം ചെറുങ്ങനെ ക്ലച്ച് ഇതാക്കിയാൽ മതി. വണ്ടി അഥവാ വർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എച്ചെടുക്കുമ്പോ ഇത് സ്പീഡ് കൂടുതലാണ്. ആ കല്ലിന്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്ത് മാറ്റി നീ സ്വപ്നം കാണുന്നു. കോൺസെൻട്രേഷൻ ഇല്ല, കോൺസെൻട്രേഷൻ ചെയ്യാൻ പഠിപ്പിക്കണം. സ്റ്റുഡൻസാ ഇവരിലെ പറയണ്ടേ? ഞാൻ എന്നാ പറയണ്ടേ? പ്രോഗ്രസ് ഉണ്ടാ ഭാഗ്യന്റെ പ്രോഗ്രസ് ഉണ്ടാ തുടക്കത്തില് വന്നതിനകത്ത് തിരിച്ചു പോകുമ്പോ മാറ്റൂല്ലേ? ഇത് നമ്മളെ കൈമുട്ടിയത് ഇപ്പൊ അല്ല, ഡ്രൈവിംഗ് പഠിച്ചിട്ട് പൊട്ടിയതല്ല ഇത്. എന്താ പറയണ്ടേ? ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട്. വേണ്ട വിവാഹാഘോഷം യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. അങ്ങനെയല്ല, വിവാഹ വാർഷികാഘോഷത്തിന്റെ അടുത്ത് യുവതിക്ക് പരിക്ക്. ബിരിയാണിക്ക് തൊട്ട് മുന്നാണ് പരിക്ക് പറ്റിയത് എന്നത് ബിരിയാണി ബിരിയാണി മിസ്സായി അല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഡ്രൈവിംഗ് വീഡിയോ ആണ്. അപ്പൊ അപ്പൊ നമ്മളിന്ന് ഡ്രൈവിംഗ് ഭാഗ്യ ടീച്ചറെ ഡ്രൈവിംഗ് കയ്യിലാക്കാൻ വേണ്ടിട്ട് ഗ്രൗണ്ടിൽ വന്നതാണേ. ഏച്ചിയും പഠിച്ച് ഭാഗ്യ ടീച്ചറും പഠിച്ച് വികലാംഗക്ക് ഭാഗ്യമില്ലാണ്ടായി. മാസ്റ്റർ ഡ്രൈവറാണ്. നമുക്ക് പോയാലോ? മൂന്നാമത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പാസ്സായി. റൈഡർ കണ്ണാപ്പി എന്താ പറയുക? Okay, bye guys.